രാവിലെ തന്നെ നമ്മുടെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചത് ഈ കാണുന്ന മഴയാണ്. രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോകണമെന്ന് വിചാരിച്ചതാണ്. കാരണം ഇന്ന് കർക്കിടക മാസം 1 അപ്പോൾ രാവിലെ പണികളൊക്കെ ഒതുക്കി അമ്പലത്തിൽ പോകാനായി റെഡി ആയപ്പോൾ അതാ വരുന്നു മഴ. 2 വീലറിൽ പോകാനാണ് ഇരുന്നത്. പക്ഷെ നമ്മുടെ കണക്കൂട്ടലൊക്കെ തെറ്റിച്ച് മഴ വന്നപ്പോൾ നമ്മൾ നേരെ അച്ഛനെ വിളിച്ചു. അച്ഛൻ പിന്നെ കൊണ്ടുവിടുകയാണ് ചെയ്തത്. നമ്മളിന്ന് വന്നിരിക്കുന്നത് വീടിനോട് തൊട്ട് ചേർന്ന് തന്നെയുള്ള കുറച്ച് ദൂരമുള്ളൂ കല്ലിൽ ഭഗവതി ക്ഷേത്രത്തിലേക്കാണ്. ഇത് കേരളത്തിലെ ഗുഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ്. അത്യാവശ്യം പ്രസിദ്ധമായ ഒരു അമ്പലമാണ് കല്ലിൽ ഗുഹാക്ഷേത്രം. അപ്പോൾ ഇവിടേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. രാവിലത്തെ മഴ കാരണം നമ്മുടെ സകല പ്ലാനും തെറ്റിയത് കൊണ്ട് മോളെ ചേച്ചിയുടെ കുട്ടി കൊണ്ടുവരാൻ പറ്റിയില്ല അമ്പലത്തിലേക്ക്. നമ്മളിന്ന് നേരെ 2 വീലറിൽ അമ്പലത്തിൽ വന്നിട്ട് അവിടെ നിന്ന് അവളെ നേരെ സ്കൂളിലേക്ക് കൊണ്ടുവിടാമെന്ന് വിചാരിച്ച് സ്കൂൾ ബസ് ഇന്ന് വേണ്ട എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് നമ്മൾ ലേറ്റായി. അപ്പോൾ അവങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഈ മഴ. അപ്പം ലേറ്റ് ആയത് കാരണം അച്ഛൻ അവളെ നേരെ സ്കൂളിലേക്ക് ആക്കി, ഞങ്ങളെ നേരെ അമ്പലത്തിലേക്ക് ആക്കി. ഞങ്ങൾ അമ്പലത്തിലാക്കി, അതുവഴി അച്ഛൻ അവളെ സ്കൂളിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഈ അമ്പലത്തിൽ വന്ന് ഒന്ന് പ്രാർത്ഥിച്ച്, അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഇന്ന് കർക്കിടക മാസം ആയതുകൊണ്ട് തന്നെ. പിന്നെ മഴ ആയതുകൊണ്ട് എല്ലാവരും ലേറ്റായെന്നും തോന്നുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് ഇന്നത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്നിട്ട് ചായ കുടിച്ച് കഴിഞ്ഞപ്പോഴേക്കും മോളെ അംഗൻവാടിയിൽ വിടേണ്ട സമയമായി. പിന്നെ നേരെ അവളെയും കൂട്ടി അംഗൻവാടിയിലേക്ക് വിട്ടു. ഇനി പോയി തിരിച്ചു വന്നിട്ട് വേണം എൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ. നാളെ എനിക്ക് PSC എക്സാം ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനിലാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ. നിങ്ങളുടെ കർക്കിടക മാസാരംഭം എങ്ങനെയുണ്ടായിരുന്നെന്ന് കമൻറ്റിൽ പറയും. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.